ജാമി മസ്ജിദ് ഒരു ചരിത്രപരമായ മസ്ജിദാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ചർച്ച് ലുക്കിലാണ്. നമ്മൾ ജാമി മസ്ജിദിൽ എത്തിയിട്ടോ. കണ്ടങ്ങൾ ചർച്ചിൻ്റെ ലുക്കിൽ ആ ചർച്ചിനെ വാങ്ങിച്ചിട്ട് 1960 വാങ്ങിച്ചു. 69 അതൊരു മസ്ജിദാക്കി തുറന്നു. ആ ചർച്ച് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് കേട്ടോ, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല വാങ്ങിയിട്ട്. ടൊറൻഡോയിലെ ആദ്യത്തെ മസ്ജിദാണ് കേട്ടോ. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. I know that this is just material existence that what we've been blessed with, but Allah has so much more to offer to us, an infinite amount to offer to us, and that's. 2026 റംസാനിലെ എൻ്റെ ആദ്യത്തെ ജുമ സൗത്ത് കൊറിയയിലും രണ്ടാമത്തെ ജുമയായ ഇന്ന് കാനഡയിലുമാണ്, ടൊറൻഡോയിൽ. മുഹമ്മദ് ഗ്രേറ്റ്. അപ്പം കാനഡനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ, ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും വരുത്തും, ഇമാമ് പറഞ്ഞു എപ്പോഴും വരുത്തും ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യൻസിനായാലും ഹിന്ദുവിനായാലും. ഈ ലക്ഷ്മൺ എന്ന് പറഞ്ഞ പയ്യന് ഇവിടെ ജനിച്ച് വളർന്നതാണ്, പക്ഷേ ശ്രീലങ്കക്കാരനാണ്. എത്രയോ വർഷങ്ങൾക്ക് 35 വർഷം മുന്നോട്ടോ അല്ല ഫാമിലി ഇവിടെ സെറ്റിലായതാണ്. ലക്ഷ്മണായിട്ട് ഞാൻ ഒരു മിനിറ്റ് നേരത്തെ വർത്തമാനത്തിൽ അവൻ പറഞ്ഞ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് കണ്ടിട്ട് ആകെ അതിശയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെന്ത് ജീവിയാന്നുള്ളത് അറിയില്ല കേട്ടോ, അറിയുന്ന പോലെ പറഞ്ഞു തരണേ. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? അപ്പം നമ്മളിന്ന് വെള്ളിയാഴ്ചയാണ്. തണുപ്പ് ലേശം കുറവുണ്ട് കേട്ടോ. ഇന്ന് -1 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ജുമാക്ക് പോകണം. അപ്പം ഇവിടുത്തെ വലിയ ഹിസ്റ്റോറിക്കലായ ഒരു പള്ളിയുണ്ട് കേട്ടോ. കുറച്ച് ദൂരമാണ്, 4.5 കിലോമീറ്റർ ഇവിടുന്ന്, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് ജുമാക്ക് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. അതായത് 1906 നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ചർച്ച്. ഓക്കെ, ആ ക്രിസ്ത്യൻ ചർച്ചിനെ 1969 സൗദി കിങ്ഡം അസീസ് രാജാവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവിടെ അത് വാങ്ങിച്ചു. ആ ചർച്ചിനെ വാങ്ങിച്ചു. ആ ചർച്ചിനെ വാങ്ങിച്ചിട്ട് 1960 വാങ്ങിച്ചു. 69 അതൊരു മസ്ജിദാക്കി തുറന്നു. അതിൻ്റെ പേരാണ് ജാമി മസ്ജിദ്. അപ്പം ഇവിടെ പഴയത് ഇപ്പോഴൊക്കെ അതിന് ശേഷം കുറേ പള്ളികളൊക്കെ വന്നു. 160ഓളം പള്ളികൾ ഈ ടൊറൻഡോ സിറ്റി തന്നെ ഉണ്ട് കേട്ടോ. അപ്പം വലിയ പള്ളി തന്നെ ഒരു 12 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ടാണ് നമ്മൾ മദീന മസ്ജിദിലൊക്കെ പോയത്. അപ്പം ഈ പള്ളി ജാമി മസ്ജിദ് ഒരു ചരിത്രപരമായ മസ്ജിദാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ചർച്ച് ലുക്കിലാണ്. അതാണ് വേറൊരു രസം. പിന്നെ ഇവിടുത്തെ ഏറ്റവും ട്രഡീഷനായ തുടക്കങ്ങളിലുള്ള പള്ളിയാണ്. അപ്പം ആ പള്ളിയിൽ പോകണം, ജുമ കഴിയണം, എന്നിട്ട് നമുക്ക് കുറച്ച് കറങ്ങി കാഴ്ചകളും കൂടി കാണണം കേട്ടോ, ട്രാം പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് -1 ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ, സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇന്നലെ ഇന്നും തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ എന്നാൽ നമ്മൾ മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ, അതിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും നമ്മളെ ജാമി മസ്ജിദിൻ്റെ കാഴ്ചകളും. ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടാവണം കേട്ടോ, സപ്പോർട്ട് ചെയ്ത് തരണം. എന്നാൽ തന്നെ മുന്നോട്ട് പോകാമല്ലോ. നിങ്ങൾക്കറിയാലോ, നമ്മളിനി എന്ത് കളിച്ചിട്ടും കാര്യമില്ല, നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമ്മളിനി എന്ത് കളിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ സബ്സ്ക്രൈബ്, നിങ്ങളെ കമൻറ്റുകൾ, നല്ലതായാലും വർക്കായാലും നിങ്ങളെ കമൻറ്റ് കൂടെ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കുറേ അറിയുന്ന ആൾക്കാർക്ക്. അങ്ങനെ എല്ലാവർക്കും ഒരു സഹായം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവട്ടെ. നമ്മളങ്ങനെയല്ലേ ജീവിതം. നിങ്ങൾ എന്നെ സഹായിക്കുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് അറിവുകൾ തരുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നു, കാഴ്ചകൾ തരുന്നു, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും പോരായിക ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി, ഞാൻ കവർ ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മൾ കാഴ്ചയിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇത് തണുപ്പ് കുറഞ്ഞപ്പോൾ തന്നെ ഒരു സുഖമുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ കുറച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താല്ലേ നമ്മളെ ബ്രിട്ടൻ്റെ അതേ ലണ്ടനിലെ അതേ ബിൽഡിങ്ങുകൾ. ഇതാണ് ബ്രിട്ടീഷിൻ്റെ ബിൽഡിങ്. നമ്മളെ നാട്ടിലുണ്ട് കുറേ ഇങ്ങനത്തെ ചർച്ചുകളോ, പിന്നെ നമ്മളെ കൊൽക്കത്ത, മുംബൈ അല്ല അന്ന് ബോംബെ, അവിടുത്തെ ഒക്കെ ബിൽഡിങ്ങുകളല്ലേ. ഇന്നലെയൊക്കെ ചെവിട്ടിലേക്കും ചുണ്ടിലേക്കും എങ്ങോട്ടൊക്കെ ഇരുന്നു തണുപ്പടിച്ചതെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് തന്നെ എനിക്കറിയില്ല. കൈയൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് കൈ ഇങ്ങനെ കട്ടിയായിട്ട് മൊബൈലും പിടിക്കാൻ പറ്റുന്നില്ല, നടക്കാനും കഴിയുന്നില്ല, കീസയിലേക്ക് എടുത്തിടാനും കഴിയുന്നില്ല. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. സ്കൂൾ ഗ്രൗണ്ടാട്ടോ നമ്മൾ കാണുന്നത്. കുട്ടികൾ കളിക്കുന്നത് ഐസിൽ എന്താ ഫുട്ബോളൊക്കെ കളിക്കുന്ന കണ്ടില്ല നിങ്ങൾ. കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് എക്സ്പീരിയൻസ് തന്നെയല്ലേ. നമ്മളെ കുട്ടികൾ ആരെങ്കിലും ഇത് ഇളകാൻ നിൽക്കുമോ? ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കളിക്കുന്നത് വേറെ നിവൃത്തിയില്ല അവർക്ക്, അല്ലേ? സത്യമല്ലേ? അപ്പം എന്താവും, അവരത് എക്സ്പീരിയൻസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളെ കുട്ടികളായാലും ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് അവരെ റൊട്ടീൻ സിസ്റ്റമായി മാറും. കണ്ടില്ല നിങ്ങൾ, ഫുൾ ഐസിലാണ് കളി. അങ്ങനെ നമ്മൾ ജാമി മസ്ജിദിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കണ്ടെങ്കിൽ നല്ല റിച്ച് ആൾക്കാർ ഏരിയ എന്ന് തോന്നുന്നു. കുറച്ച് അത്യാവശ്യം 2 ഫ്ലോർ 3 ഫ്ലോറൊക്കെ ഉള്ള വീടുകളാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ സ്ഥലമല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഹൈ ഗ്രേഡ് ആൾക്കാർ, വലിയ ആൾക്കാരുള്ള ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. അതേപോലെ മുസ്ലിങ്ങൾ തന്നെ ആണോ ഈ ഭാഗങ്ങളിൽ നിന്ന് അറിയില്ല. സ്വാഭാവികമായിട്ട് ഞാൻ വിദേശത്തൊക്കെ കണ്ടത് പള്ളി ഉള്ള സ്ഥലങ്ങളിൽ കുറേ മുസ്ലിങ്ങളുണ്ടാവും. സ്വാഭാവികമാണ്. കാരണം അതിനോട് ചേർന്നിട്ടായിരിക്കാം അധിക വിശ്വാസികളും സെറ്റിലാവാൻ ശ്രമിക്കുക. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും തൊട്ടടുത്ത് തന്നെ മദ്രസകൾക്കൊക്കെ ഉപയോഗം കിട്ടാനായിരിക്കാം. എന്തായാലും അങ്ങനെയാണ് കേട്ടോ കാണാറ്. നല്ല ഏരിയ അല്ലേ, നല്ല അടിപൊളി ഏരിയ. ഇതിപ്പം ഐസില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഈ ചളി കിളിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ തുരപ്പനെ പോലെ ഒരു ജീവിനൊക്കെ ഉണ്ടോ? തുരപ്പൻ തന്നെ ആണോ? തുരപ്പനാണോ പന്നിയാണോ? തുരപ്പൻ തന്നെയാണെന്ന് തോന്നുന്നു. വലിയൊരു ജീവി കണ്ടങ്ങൾ. പേടിയൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊന്നും ചെയ്യലുണ്ടാവില്ല. ഇതെന്ത് ജീവിയാന്നുള്ളത് അറിയില്ല കേട്ടോ. അറിയുന്നവർ പറഞ്ഞു തരണേ. ഞാനിപ്പോൾ ഇങ്ങനെ റോഡിൽ കണ്ടതാണ്. ഉപദ്രവിക്കൊന്നുമില്ലായിരിക്കും. നമ്മൾ ജാമിയ മസ്ജിദിലെത്തി കേട്ടോ. കണ്ടങ്ങൾ ചർച്ചിൻ്റെ ലുക്കിൽ അതേ ലുക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ അല്ലാഹു അക്ബർ പള്ളീൻ്റെ പേര് ജാമി മോസ്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ? ലുക്ക് കണ്ടോ? പള്ളി തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും തുറക്കലാട്ടോ. ജുമാക്ക് ഇപ്പം നേരത്തെ തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്തേക്ക് ലേഡീസാണ്, ഈ ഭാഗത്താണ് കേട്ടോ ആണുങ്ങൾക്കുള്ളത്. ഡോറ് തുറക്കൂല, തണുപ്പായതുകൊണ്ട് നമുക്ക് ഒന്ന് കയറി നോക്കാം. അപ്പം നമ്മൾ പള്ളീൻ്റെ അകത്താണ് കേട്ടോ ഉള്ളത്. ആ ചർച്ച് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് കേട്ടോ. ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല വാങ്ങിയിട്ട്. ചർച്ചുള്ള കാലത്ത് അവിടെ ആയിരിക്കും അവരെ കുരിശുണ്ടായിരുന്നത്. പകരം ഇതിൻ്റെ കിബില ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം കിബില ഉള്ളത് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ കയറുമ്പം വിചാരിക്കും അവിടേക്കാണ്. പക്ഷേ കിബിലക്ക് അനുസരിച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ചേഞ്ച് വരുത്തിയിട്ട് ഇങ്ങനെയാണ് ഇപ്പം സഫ് വെക്കുന്നത്. പക്ഷേ പള്ളീൻ്റെ സംഗതികളൊന്നിനും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നേരെ അതിനെ ചർച്ചിനെ പള്ളിയായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. 1969 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 70 എന്ന് പറഞ്ഞാൽ 31, 26, 37, 57 വർഷമായിട്ട് ഉള്ള ടൊറൻറ്റോയിലെ ആദ്യത്തെ മസ്ജിദാണ് കേട്ടോ. അപ്പം 2026 റംസാനിലെ എൻ്റെ ആദ്യത്തെ ജുമ സൗത്ത് കൊറിയയിലും
രണ്ടാമത്തെ ജുമയായ ഇന്ന് കാനഡയിലുമാണ്, ടൊറൻഡോയിൽ. അപ്പോൾ ഇനി മൂന്നാമത്തെ ജുമ എവിടെയാണെന്ന് അറിയില്ല, പഠിച്ചുകൊണ്ട് തീരുമാനമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് 2026 വർഷത്തിൽ ഈ ചരിത്രപരമായ ഭയങ്കര ഹിസ്റ്ററിയുള്ള ഈ പള്ളിയിലാണ്, ജാമി മസ്ജിദിലാണ് ഇന്നത്തെ എൻ്റെ ജുമ. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله الله أكبر الله أكبر. اللهم إنا نحمدك ونستعينك ونستهديك ونستغفرك ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. والصلوات الزاكيات على خير البريات. And to indulge in the sweetness of Iman. This verse indeed also calls us to strive hard to attain taqwa, which is the sweetest fruit of the month of Ramadan. The month of forgiveness, the month of purity, the month of acceptance, the month in which we should go closer to Allah subhanahu wa ta'ala through the sincerity of our worship towards Him subhanahu wa ta'ala. This is the month of guidance. Allah Azza wa Jalla said, شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. The month of Ramadan in which the Quran was revealed as guidance for mankind and the clear signs. أهلهم الصبر والسلوان برحمتك يا رحيم يا رحمن. And also dua for Brother Abdul Rahman Hamdi, who will have the surgery today. We ask Allah subhanahu wa ta'ala to make it easy for him. We ask Allah Azza wa Jal to grant him speedy recovery. اللهم اشفيه شفاء عاجلا. اللهم يا ارحم الراحمين عجل له بالشفاء. اللهم البسه ثوب العافيه وخفف الامه برحمتك يا ارحم. Allah Azza wa Jalla to take this witness. Brother Lakshman. I didn't hear any takbir. Allah Akbar. So would you tell us, summary of your journey towards Islam? Of course. So first and foremost, hello, and this is everybody. And I was born in Canada. My name is Lakshman. My grandfather, may rest in peace, his soul. He was the one who guided me down this path. When I was 9, 10 years old, he read the Quran. He had the Quran in his house, and unfortunately, by 2013, he passed. But by then, he already planted the seed in my mind, and I knew that one day I would be able to embrace Allah and have the blessing of Allah that I've been guided for all my life. Allah has blessed me so much. I'm so thankful for that. Inshallah, everybody has been blessed so much, and everything that I went through, all the trials, the tribulations, all the ups and downs, the challenges, the messages that were passed to me by beautiful people, beautiful situations, of the extent of this world that I've been able to see. And I know that this is just in our material existence that what we've been blessed with. But Allah has so much more to offer to us, an infinite amount to offer to us, and that's I did myself, and I initiated, and I have been thankful and blessed that I've been able to have the equal to the whole Ramadan. I've inspired people in my family, in my community to look at, wow, okay, Lakshman's doing this, and he's doing it out of, nobody has told me, Lakshman, you should do this. Nobody has instructed me other than Allah himself.
but not with the direction saying you must. Only if you want to, you can. He gave me the path and he told me if you want to walk, you can walk. And I've been blessed and thankful that I've been able to walk in that path with you all. Thank you so much. Allah takbir, Allah Azza wa Jalla has chosen you to join this journey of Iman, to join the journey to Jannah, inshallah. Allahumma, may Allah Ta'ala keep you in the track of Islam. Allahumma ameen wa barakatuh. So please say after me, please. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأشهد أن عيسى عبد الله ورسوله. I bear witness that there is no deity other than Allah alone, with no partner. And I bear witness that Muhammad sallallahu alayhi wa sallam is the messenger of Allah and his servant. I bear witness that Jesus is the messenger of Allah and his servant. Takbir, Allahu Akbar. May we all feel the same emotion and the same closeness to Allah that He feels. Ameen. So, Alhamdulillah, we are in the second Jummah of Ramadan. This is the part of Ramadan where momentum starts to decline. So please remember to push yourself and make this the best Ramadan of your life, inshallah. We are currently in need of donations for iftars. So please continue to donate. We have lots of nights available. There's donation boxes specifically for iftar as well. The top cost of one donation one iftar is $2,500, and our target for the month is $50,000, inshallah. We are about 25% of the way there. So we've got a long way to go, so please donate generously. On March 4th, we will be having a neighborhood iftar where our neighbors will be invited. We're the mother of all mosques, the mother of all masjids in Toronto. I've been blessed my shahada today in front of everybody. Thank God. Muhammad Rasulullah. Great. I feel like for him, it's a connection for him. Yeah, I mean, at the end of the day, I work. അങ്ങനെ നമ്മൾ വളരെ എന്താ പറയുക, ഞങ്ങളോട് രസകരമായിട്ടെന്ന് പറയണോ ഞെട്ടിക്കുന്നതെന്ന് പറയണോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ജാമിയ മസ്ജിദിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ലക്ഷ്മൺ എന്ന് പറഞ്ഞ പയ്യന് ഇവിടെ ജനിച്ച് വളർന്നതാണ്, പക്ഷേ ശ്രീലങ്കക്കാരനാണ്. എത്രയോ വർഷങ്ങൾക്ക് 35 വർഷം മുന്നേട്ടോ അല്ല ഫാമിലി ഇവിടെ സെറ്റിലായതാണ്. അപ്പം യൂണിവേഴ്സിറ്റി ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുകയും ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവന് ഇപ്പം ഇതിലേക്ക് വന്നത് കേട്ടോ. അപ്പം ഞാൻ ഓനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഓൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം കാനഡനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും വരുത്തും, ഇമാമ് പറഞ്ഞു, എപ്പോഴും വരുത്തും ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യൻസിനായാലും ഹിന്ദുവിനായാലും ബുദ്ധമതത്തിന്, ഈവൻ ബുദ്ധമതത്തിൽ നിന്നായാലും ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇസ്ലാമിലെ കോൺഫിഡൻസിലാണ് മുന്നോട്ട് പോകുന്നത് ഈ കാര്യത്തിൽ നിന്ന്. ഇങ്ങനെ പഠിച്ചു വരിക കേട്ടോ. ആരും റെക്കമെൻഡ് ഒന്നുമല്ലത്. ഇത് അവർ മനസ്സിലാക്കി ഇസ്ലാമിനെ പറ്റി പഠിച്ചു, ഇസ്ലാമിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് മനസ്സിലായി, പബ്ലിക്കിൽ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് മനസ്സിലായി, ഇവർ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന സഹായങ്ങൾ. ഇപ്പം ലക്ഷ്മണായിട്ട് ഞാൻ ഒരു മിനിറ്റ് നേരത്തെ വർത്തമാനത്തിൽ അവൻ പറഞ്ഞ്
ഈ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് കണ്ടിട്ട് ആകെ അതിശയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ എപ്പിസോഡ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കാഴ്ചകളിലേക്ക് പോകട്ടോ. കടലിൻ്റെ കാഴ്ചകളും അയലൻഡിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ അത് കാണാം. അതുവരേക്കും ബായ്.